വണ്ടി പോയിരിക്കും അല്ലേ? വണ്ടി ഇത്താരിക്കൂടെ നിർത്തോളൂ. നോ ക്യാമ്പിങ്. ഇവിടെ നിർത്ത്. ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുളിക്കാനും പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ പോയി. ഇപ്പം അങ്ങനെ ആരുമില്ല. പിന്നെ കുറച്ച് പേര് ഇവിടെ ഈ ഇതിനോട് തീരത്ത് തന്നെ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ പട്ടികളെയും കൊണ്ടൊക്കെ ഈവനിങ് നടക്കാനൊക്കെ ആയിട്ട് ഇതിക്കടെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട്, എൻ്റെ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിനെ ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ അവളുണ്ടായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവളെയും കൊണ്ട് ബീച്ചിൽ വരുന്നത്. അപ്പോൾ അവൾ ഈ സ്ഥലങ്ങളും എല്ലാം കണ്ടപ്പോൾ അവൾ ഹാപ്പി. അപ്പോൾ ഞങ്ങൾ കാറ്റൊക്കെ ആണെങ്കിലും ഒരു ഹുഡിയൊക്കെ ഇടിപ്പിച്ചിട്ട് അവളെ പുറത്തിറക്കി അവിടെ ഇരുത്തി. അവൾ ആ മണ്ണിലൊക്കെ അങ്ങോട്ട് കളി തുടങ്ങി. അങ്ങനെ അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൻ്റെ ഡയപ്പറും പാൻറ്റൊക്കെ ചീത്തയായിട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. അവളും എൻജോയ് ചെയ്തു, ഞങ്ങളും എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു 45 മിനിറ്റോളം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ കൊച്ചായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ആണല്ലോ മെമ്മറീസായിട്ട് പിന്നെ ഓർക്കാനുള്ളത്. Melodies we haven't played. No, I don't want no rest. Echoing around these walls, fighting to create a song. I don't wanna miss a beat. And on we'll go through the wastelands, through the highways. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ നേരെ ബീച്ചിനോട് ബൈ ബൈ പറഞ്ഞിട്ട് അടുത്ത സ്പോട്ട് കാണാനായിട്ട് പോയി. ബീച്ചിനോട് തൊട്ടടുത്ത് ചേർന്ന് തന്നെ ഉള്ള ഒരു ബിൽഡിംഗ് ആണിട്ടത്. ഓട്ടുവ ഹൗസ് എന്നാണ് പറയാം, എന്താണ് മ്യൂസിയം ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഈ മ്യൂസിയത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ആപ്പിൾ മരം. അബിഗേൽ അവിടെ എന്നെ നോക്കി
നോക്കിയിരിക്കുക വണ്ടിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് എന്നിട്ട് വിളിക്കുന്നുണ്ട്, ആവിയേ എന്താണ് ആബി അമ്മയും പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ? കാറ്റ് അവിടെ ചെറിയൊരു കാറ്റുള്ളു. പക്ഷെ ആണോ? അത് ഹോട്ടലാണോ? അത് ബാക്കിലുള്ളത് മ്യൂസിയം. തുറന്നിട്ടില്ല. അഭിയെല്ലാം ഇഷ്ടായിരുന്നല്ലേ ഇവിടെ? അവക്ക് അവിടെ അധികം നടക്കണം. ഹലോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ആ പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഞങ്ങളൊരു നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലേ. ഈ സ്ഥലത്തിൻ്റെ പേര് പാട്രിഡ്ജ് ഐലൻഡ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഒട്ടാവ ഹൗസ്, ഇതൊരു മ്യൂസിയം ആണ്. ഇതിപ്പോൾ ഓപ്പൺ അല്ല ഇന്ന്. എനിക്ക് തോന്നുന്നത് അത് അടച്ചായിരിക്കും തോന്നുന്നു അല്ലേ? നീ വണ്ടി കയറിക്കോ. കൊതുക ഭയങ്കര കൊതുകാണ്. നമ്മൾ ഒന്നാമത് ഈ കോസ്റ്റൽ ഏരിയ എവിടെ പോയാലും കൊതുക് നമ്മളെ പിന്തുടരും. അല്ലല്ല, അത് നമുക്ക് നമ്മുടെ കയ്യില് കാര്യം റിപ്പല്ലൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അത് കെമിക്കലല്ലേ, പിന്നെ ആവിക്ക് അത്ര അത് പറ്റില്ലല്ലോ. ആവി ചെറുതല്ലേ. കാര്യം അത് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയേക്കണേ. പക്ഷെ കെമിക്കലല്ലേ എന്തായാലും. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബീച്ചാണ്. പക്ഷെ അവിടെ ആരും കുളിക്കണമെന്ന് കാണുന്നില്ല. എല്ലാം വെള്ളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മടിയാണ്, കുറച്ച് കലങ്ങിയാണ് വന്നേക്കണേ. ഇനി ചിലപ്പോൾ ടൈഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ കലങ്ങി വന്നേക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അബിഗയിൽ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് അധികം സ്പേസ് ഒന്നും ഇല്ലല്ലോ കളിക്കാനായിട്ട്. അവൾക്ക് ഇവിടെ ഇത്രയും വലിയൊരു ഓപ്പൺ സ്പേസ് കണ്ടപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ കല്ലും മണ്ണും ഒക്കെ എടുത്ത് കളിക്കാനായിട്ട് അവൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവിടെ വന്നിട്ട് കുറേ നേരം മണ്ണിൽ കൂടെയൊക്കെ കളിച്ചു, ഡ്രസ്സൊക്കെ ചീത്തയാക്കി. ഇതാണ് ആ സ്ഥലം. അവിടെ മ്യൂസിയം, ബീച്ച്, ഒട്ടാവ ഹൗസ് എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണം. പിന്നെ പ്രത്യേകിച്ച് നോ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആരും ക്യാമ്പ് ചെയ്യരുന്നുള്ള രീതിയിൽ. ഇവിടെ നിൽക്കുമ്പോൾ അധികം കാറ്റില്ല, പക്ഷെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. എങ്ങനെ ഉണ്ടായി ഇന്നത്തെ നമ്മുടെ ഈവനിങ്? നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ? നല്ല സ്ഥലമായിരുന്നു, അടിപൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഹാബിയാണ്. ദേ പറ, ഞാൻ എൻജോയ് ചെയ്തു പറ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അബിഗയിലാണ്. എന്ന് വെച്ചാൽ അവക്ക് ഇറങ്ങി നടക്കാൻ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൺസെറ്റ് ആവാറായപ്പോ വണ്ടികളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായില്ല, പക്ഷെ ഇപ്പൊ വരുന്നുണ്ട്. കാരണം എന്താ ഇപ്പോ 9 മണിയൊക്കെ ആവുമ്പോൾ സൺസെറ്റ് ആകുമ്പോ അടിപൊളിയായിരിക്കുമല്ലോ കാണാനായിട്ട്. ചെറിയ ഒരു ടൗണാണ് കേട്ടോ, പക്ഷെ എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്, പക്ഷെ വളരെ ചെറിയ ടൗണാണ്. വളരെ ചെറിയ ടൗണാണ്. റെസ്റ്റോറന്റ്, പള്ളിയാണോ അത്? ഇതെന്താ കെട്ടിടം? അത് ഈ ചുമന്ന ഇത് ഈ വഴി പോയ എന്തൊക്കെയോ ഇവിടെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹാർബർ വ്യൂ. അവിടെ റെസ്റ്റോറന്റ്, ഹാർബർ വ്യൂ റെസ്റ്റോറന്റ്. ബീച്ച് ഉണ്ടെന്നും ഒക്കെ പറയണ്ട്. ഇവിടെ പോയി നോക്കാം. ഇതാണ് ഇവിടെയുള്ള ഫണ്ടി ജിയോളജിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കുറേ ഫോസിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 5 മണി വരെ ഉള്ളൂ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾറെഡി 7-8 മണിയായി. എന്തായാലും ക്ലോസ്ഡ് ആണ്. അതെ, അതാണ് കേട്ടോ ഫണ്ടി ജിയോളജിക്കൽ മ്യൂസിയം. ഒരു സ്പോട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത്. ഇവിടെ അതിനുള്ളൊരു സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ല. പയ്യും കൂടെ നടന്നു നോക്കാം അതിൻ്റെ സൈഡിലേക്ക്.
അപാര വ്യൂ തന്നെ കേട്ടോ അവിടുന്ന്. ചെറിയൊരു ട്രെയിൽ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കൊള്ളാം. ഇത് നോക്ക് എൻ്റെ പൊന്നെ. അവളെയും കൊച്ചിനെ കാറിലെത്തി. മെയിനായിട്ട് അവൾക്ക് മടിയല്ല, അവൾക്ക് ഇവിടെ പേടി. ഇവിടെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ആരെങ്കിലും ചീത്ത പറയുമോ. യെസ്, ഞങ്ങള് അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. എന്താ പറയുക, നമ്മൾ ഒരുപാട് പ്രീ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു സ്ഥലത്ത് പോകണ പോലെയല്ല. ഞങ്ങൾ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു സ്ഥലം കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. പോപ്പുലർ അല്ലാത്ത ഒരു സ്ഥലം അത് ഞങ്ങൾ എവിടുന്നോ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു മെൻഷനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീഡിയോയിൽ. അത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് വെച്ച് പിടിച്ചാണ് മോങ്ടണിന്ന്. 2 മണിക്കൂർ 2.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആണിച്ചാൽ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയാലോന്ന് ഓർത്ത്. അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങളെന്നാ ഇറങ്ങാമെന്ന് വിചാരിച്ചു, ഇറങ്ങി. നൈറ്റ് ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നേരെ തിരിച്ചിട്ടോ. അടിപൊളിയായിരുന്നു, സ്കൈ കാണാനായിട്ട് നല്ല കളർഫുൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചും എത്തിയുള്ളൂ വീട്ടിൽ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നല്ലൊരു ദിവസമായിരുന്നു. ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടു പോയ സ്ഥലമാണത്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോയി, അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ ജസ്റ്റ് ടിമ്മിന്ന് ഓരോ കോഫി മേടിച്ച് കുടിച്ചു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പായതുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു ചിക്കൻ ഗ്രില്ല്. അപ്പോൾ എല്ലാവരും പോയി കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഇത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ട് ഒഴിവ് സമയത്ത് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ആബി ഉറങ്ങി. ഞങ്ങൾ തിരിച്ചു പോകുന്ന പകുതി ആയപ്പോഴത്തേക്കും അവൾ ഉറങ്ങിയായിരുന്നു. 10 മണി ആയിരുന്നല്ലോ, അപ്പോൾ അവൾ ഉറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളും കിടക്കാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയും അതിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തെങ്കിലും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള കമൻറ്റൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.